സാറേ, നാളെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ ബംഗാളിൽ ജനുവരി 6-ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? അർമേനിയൻ ക്രൈസ്തവരാണത്, അർമേനിയൻ ക്രിസ്ത്യൻസ്. ഈ അർമേനിയൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ജൂതന്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വലിയ പീഡനങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ പലായനം ചെയ്ത് തന്നെ വന്നിട്ടാണ് അർമേനിയൻ ക്രൈസ്തവർ കൽക്കട്ടയിൽ കുറേ പലായനം ചെയ്തു വന്നാണ് താമസം തുടങ്ങിയത്. അപ്പോൾ ഈ തുർക്കി മുമ്പ് അർമേനിയൻ ക്രൈസ്തവരെ വംശഹത്യ ചെയ്തതൊരു വലിയ ചരിത്രമാണത്. അത് ഐക്യരാഷ്ട്രസഭ വംശഹത്യയായിട്ട് ഈ ജനോസൈഡ് എന്നുള്ള വാക്കൊക്കെ ഇംഗ്ലീഷിൽ ഉണ്ടാവുന്നതൊക്കെ പിന്നീടാണല്ലോ. അപ്പോൾ വംശഹത്യയായിട്ട് ഈ അർമേനിയക്കാരുടെ തുർക്കി ചെയ്തത്, അതായത് ഒരു വിഭാഗം മുസ്ലിങ്ങൾ മറ്റേ ക്രൈസ്തവരെ കൊല്ലുന്ന പരിപാടി, അത് അർമേനിയക്കാരെ തുർക്കിയിൽ വംശഹത്യ നടത്തിയിട്ടുണ്ട്. അത് വംശഹത്യയായിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ട് അധികം നാളൊന്നും ആയില്ല. ഇത് 2ാം ലോകയുദ്ധകാലത്തും 1ാം ലോകയുദ്ധകാലത്തും ഒക്കെ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ അർമേനിയൻ ക്രൈസ്തവരാണ് കൽക്കട്ടയിൽ ജനുവരി 6-ന് ക്രിസ്മസ് കൊണ്ടാടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യേശുവിൻ്റെ ജനനവും ജ്ഞാനസ്നാനവും ഒരേ ദിവസമായിരുന്നു എന്നാണ് അവർ കരുതുന്നത്. ജനുവരി 6-ാം തീയതി അത് രണ്ടും ഒരേ ദിവസമായതുകൊണ്ട് അന്നാണ് ജനിച്ചത്, ജനുവരി 6-ന് എന്ന് അവർ കരുതുന്നു. അന്ന് അവർ ആഘോഷിക്കുന്നു. അവർക്ക് അവിടെ പള്ളികളൊക്കെ ഉണ്ട് കൽക്കട്ടയിൽ. അപ്പോൾ ഈ ഫീസ്റ്റ് ഓഫ് ദി തിയോഫനി എന്നാണ് പറയുക ഇതിന്, ബാപ്റ്റിസം, ആ പെരുന്നാളിനൊക്കെ ക്രിസ്ത്യാനികൾ. ഇത് കേരളത്തിൽ വടക്കുള്ള ക്രിസ്ത്യാനികൾ പിണ്ടിക്കുത്തി പെരുന്നാൾ എന്ന് പറയും ഈ ബാപ്റ്റിസം നടന്ന ദിവസം. ജനുവരി 6-ാം തീയതി ഇവിടെയും ഒരു ആഘോഷമുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അത് പിണ്ടിക്കുത്തി പെരുന്നാൾ എന്ന് പറയും. ഈ ബാപ്റ്റിസത്തിൻ്റെ ഈ ഫീസ്റ്റ് ഓഫ് ദി തിയോഫനി, തിയോഫനിയുടെ വിരുന്ന് എന്ന് പറയും. പിണ്ടിക്കുത്തി പെരുന്നാൾ എന്ന് വടക്ക് പറയും, രാക്കുളി പെരുന്നാൾ എന്ന് തെക്ക് പറയും. അത് നടക്കുന്നത് ഇവിടെയും ജനുവരി 6-ാം തീയതിയാണ്. പക്ഷെ ആ ജനുവരി 6-ാം തീയതി ഈ പെരുന്നാൾ നടക്കുന്ന മറ്റേ തിയോഫനി, ആ ദിവസമാണ് എപ്പിഫനിയും, അതായത് ജനനവും ജ്ഞാനസ്നാനവും ഒരേ ദിവസമാണെന്ന് ഇവർ കരുതുന്നു. ഇപ്പോൾ വലിയ പാരമ്പര്യമൊക്കെ കൽക്കട്ടയിൽ ഈ അർമേനിയക്കാർക്കുണ്ട്. അവിടുത്തെ ഗ്രാൻഡ് ഹോട്ടൽ, ഇപ്പോൾ ഒബറോയ് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറയുന്നത് വലിയ ഹോട്ടലുകൾ, അസ്റ്റോറിയ, കെനിൽ വർത്ത്, റസൽ, ഇതൊക്കെ അർമേനിയക്കാർ ഉണ്ടാക്കിയ വലിയ ഹോട്ടലുകളാണ് കൽക്കട്ടയിൽ. അവർ കച്ചവടത്തിന് വന്നിട്ട് അവിടെ അർമേനിയൻ ചർച്ച് ഓഫ് ഹോളി നസ്രേത്ത് എന്ന് പറഞ്ഞ് അവരുടെ വലിയ പള്ളിയുണ്ട് കൽക്കട്ടയിൽ. പിന്നെ അർമീനിയൻ സ്ട്രീറ്റ് ഉണ്ട് അവിടെ, നമുക്കിവിടെ ജ്യൂ സ്ട്രീറ്റ് ഒക്കെ ഉള്ള പോലെ. അത് നോർത്ത് കൽക്കട്ടയിലാണ് അർമീനിയൻ സ്ട്രീറ്റ്. അർമീനിയൻ ഗട്ട് ഉണ്ട്, ചെറിയൊരു തുറമുഖം പോലെ, മുമ്പ് കച്ചവടത്തിന് വേണ്ടി ഉണ്ടായിരുന്നത്, അർമേനിയൻ ഗട്ട്. പിന്നെ മിർസ ഗാലിബ് സ്ട്രീറ്റിൽ അർമേനിയൻ കോളേജ് ആൻഡ് ഫിലാന്ത്രോപ്പിക് അക്കാഡമി, അർമേനിയക്കാർക്കൊരു കോളേജ് തന്നെ അവിടെ സ്ഥാപിച്ചിരുന്നു. അർമേനിയൻ ഭാഷ, സാഹിത്യം ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോളേജും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ എണ്ണം കുറവാണ് അർമേനിയക്കാരുടെ. ജനുവരി 5-ാം തീയതി വൈകിട്ടാണ് ആരാധന നടത്തുക. 6-ാം തീയതി ആവുമ്പോൾ പാർക്ക് സ്ട്രീറ്റിൽ അർമീനിയൻ സ്പോർട്സ് ക്ലബ് ഉണ്ട്. ആ സ്പോർട്സ് ക്ലബിലാണ് കേക്ക് മുറിക്കലും ആഘോഷമൊക്കെ. അർമേനിയൻ ക്രിസ്ത്യൻസ് അവിടെ കൂടിച്ചേരും. എന്നിട്ടാണ് ഈ ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടുന്നത്, ക്രിസ്മസ് കൊണ്ടാടുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അർമേനിയക്കാർ ഈ മിക്സഡ് മാരേജ്, അർമേനിയക്കാരെ തന്നെ അവിടെ കിട്ടാനൊന്നുമില്ലല്ലോ, അങ്ങനെ ഹിന്ദുക്കളെയൊക്കെ വിവാഹം ചെയ്യാറുണ്ട്. ഇപ്പോൾ സാറേ സ്റ്റീഫൻ എന്ന് പറഞ്ഞിപ്പോൾ ഈ അർമേനിയക്കാരുടെ കഥ പറഞ്ഞ കഥാപാത്രം പോൾ സ്റ്റീഫനും സാവിത്രി എന്ന് പറഞ്ഞൊരു ഹിന്ദു സ്ത്രീക്കും
ഉണ്ടായ ഒരാളാണ് ഇപ്പോൾ ഈ കഥ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞ് കാണുന്നത്. ഇപ്പോൾ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പം മിക്സഡ് മാരേജിൽ ഒക്കെ അവിടെ ഉണ്ടായി. 1603 1605 ആ സമയത്ത് 2 കൊല്ലം ഷാ അബ്ബാസ് ഒന്നാമൻ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ, അവിടെ സഫാവിദ് യുദ്ധം നടത്തുന്ന സമയത്ത് ഈ അർമേനിയൻ ക്രിസ്ത്യൻസിനെ അവിടെ നിന്ന്, അതായത് ജുൾഫ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇന്നത്തെ ഇറാനിലെ ജുൾഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അർമേനിയൻ ക്രിസ്ത്യൻസ് താമസിച്ചിരുന്നത്. അവരെ ആ യുദ്ധകാലത്ത് ഈ ഷാ അബ്ബാസ് ഒന്നാമൻ അവിടുന്ന് ആട്ടിപ്പയച്ചു, ഓടിച്ച് ന്യൂ ജുൾഫയിലെ ഇസ്ഫഹാനിൽ അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ അതൊരു സിൽക്കിൻ്റെ ഒരു കേന്ദ്രമായി, സിൽക്ക് കച്ചവടം ഒക്കെ ആയിട്ട്. ഈ സിൽക്ക് കച്ചവടമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവര് കൽക്കട്ടയിലും വന്നത്. അന്ന് ഈ കൽക്കട്ടയുടെ തലസ്ഥാനം മുഗൾ ഭരണകാലത്തൊക്കെ മുർഷിദാബാദാണ്. ഈ അർമേനിയക്കാർ വന്നിട്ടാണ് മുർഷിദാബാദ് ഒരു സിൽക്ക് നിർമ്മാണ കേന്ദ്രമൊക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെ പേർഷ്യയെ പട്ടുകേന്ദ്രമാക്കി ഇവരെ കൊണ്ടുപോയി ഷാ ഒന്നാമൻ താമസിപ്പിച്ചിട്ട് ഇസ്ഫഹാൻ ഒക്കെ പട്ടുകേന്ദ്രമാക്കി പേർഷ്യ മൊത്തത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു പട്ട് കച്ചവട കേന്ദ്രമായി. കച്ചവടക്കാർ 2 വർഷം എടുക്കും ഈ കച്ചവടം ഇവിടെ പട്ടുമായിട്ട് ഇവിടെ വരിക, സിൽക്ക് ഇവിടെ കച്ചവടം നടത്തുക, ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോവുക. ഇങ്ങനത്തെ 2 വർഷ യാത്രയുമായിട്ടാണ് അന്ന് അർമേനിയക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. 17-ാം നൂറ്റാണ്ടിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഈ സിൽക്ക് വിറ്റിട്ട് ഇവിടെ നിന്ന് അവർ ലിനൻ കൊണ്ടുപോകും അങ്ങോട്ട് തിരിച്ച്, അത് അവിടെ വിൽക്കും. അങ്ങനെ ഉള്ള യാത്രകളാണ് കയറ്റുമതി. ആദ്യ സെറ്റിൽമെൻറ്റ് ഇവരുടെ മുർഷിദാബാദിലെ സൈദാബാദിലായിരുന്നു. ഈ 1665 അർമേനിയക്കാർ ഈ സൈദാബാദിൽ സെറ്റിൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മുഗൾ ഭരണകാലത്ത് മുർഷിദാബാദ് തലസ്ഥാനമാണ്. ഔറംഗസേബ് ഇവർക്ക് താമസിക്കാനായിട്ട് സ്ഥലം കൊടുത്തു. ഔറംഗസേബ് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തകർത്ത് മോസ്കുകൾ പണിയൽ മാത്രമല്ല, ചില നല്ല കാര്യങ്ങളുണ്ട് ഇവർക്ക്. അത് സിൽക്ക് ഒക്കെ ആവശ്യമുണ്ടല്ലോ. അത് മുർഷിദാബാദിലെ പട്ടു വ്യവസായം അങ്ങനെ ഉണ്ടായി. ചിലർ ഈ ചിൻസുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൽക്കട്ടയ്ക്ക് പുറത്ത് താമസിച്ചു. ഹൂഗ്ലി തുറമുഖത്തിൻ്റെ അടുത്ത് ആണ് ഈ ചിൻസുറ, അവിടെ താമസിച്ചു. അവിടെ സംഭരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി, ഗോഡൗൺ കച്ചവടത്തിനുള്ളത്. ഈ ജുൾഫാനിൽ നിന്നുള്ള കച്ചവടക്കാർ, അതായത് പേർഷ്യയിലെ അവിടെ നിന്ന് വന്നൊരു കച്ചവടക്കാരൻ ധനികനുമൊക്കെയായി, വലിയ ധനികനുമൊക്കെയായി കൽക്കട്ടയിൽ. അയാളൊരു ഡിപ്ലോമാറ്റുമായിരുന്നു, നയതന്ത്രജ്ഞൻ ഖ്വാജ സർഹാദ് ഇസ്രയേലി എന്ന് പറഞ്ഞൊരു നയതന്ത്രജ്ഞനും കച്ചവടക്കാരനുമായ ധനികൻ 1698 സുധാനുദി, ഗോവിന്ദാപൂർ, കാളിഘട്ട് എന്നിവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാട്ടത്തിന് എടുത്തു കൊടുത്തു. കാരണം അർമേനിയക്കാർ ബ്രിട്ടീഷുകാരെക്കാൾ മുമ്പ് അവിടെ വന്നല്ലോ. അപ്പോൾ അവർ ഭാഷയൊക്കെ പഠിച്ചു, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഈ കൽക്കട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ, ഗോവിന്ദാപൂർ, സുധാനുദി, കൽക്കട്ട, കാളിഘട്ട്, ഇതൊക്കെ പാട്ടത്തിനെടുത്ത് കൊടുത്തത് ഒരു അർമേനിയക്കാരനാണ് ബ്രിട്ടീഷുകാർക്ക്. അതാണ് ഖ്വാജ സർഫാദ് ഇസ്രയേലി എന്ന് പറയുന്ന ആള്. ജോബ് ചാർണക് ബ്രിട്ടീഷുകാരൻ കൽക്കട്ട പണിതു. പിന്നീട് 1630 ഒരു ശവകുടീരത്തിൽ, അർമേനിയൻ പള്ളിയിൽ ഉള്ളൊരു ശവകുടീരത്തിൽ 1630 എന്നുള്ള വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അർമേനിയൻ പള്ളിയിൽ. അപ്പോൾ ആ കാലത്തൊക്കെ അർമേനിയക്കാർ കൽക്കട്ടയിലുണ്ട് എന്നർത്ഥം. 1717 ഇസ്രയേലി ഗ്രാൻഡ് ഇമ്പീരിയൽ ഫിർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കരാർ ഈ പറഞ്ഞ ആള്, ഈ അർമേനിയക്കാരൻ ബ്രിട്ടീഷുകാർക്ക് സമ്പാദിച്ചു കൊടുത്തു മുഗൾ രാജാക്കന്മാരിൽ നിന്ന്. ഡച്ച്, ഫ്രഞ്ച് അവരെയൊക്കെ വെല്ലുന്ന ഒരു കുത്തകാവകാശം
കച്ചവടത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാക്കി കൊടുത്തതും ഒരു അർമീനിയൻ ക്രിസ്ത്യാനിയാണ്. ബ്രിട്ടീഷുകാരും ഈ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരും അർമീനിയക്കാരും ക്രിസ്ത്യാനികളാണല്ലോ. അപ്പം ക്രിസ്തുമതം അവർ ഒന്നിപ്പിക്കുന്നു. അപ്പോൾ ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയൊക്കെ തള്ളിയിട്ട് നമ്മുടെ ആള് തന്നെ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അർമീനിയക്കാർ, ശരിക്കും അർമീനിയക്കാരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൽക്കട്ടയിലൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് പിന്നീട് ഈസ്റ്റ് ഇന്ത്യക്കാർ ഭരിക്കുകയാണ്, അവരുടെ തലസ്ഥാനമാവുകയാണ് കൽക്കട്ട. അത് പിന്നീടുള്ള ചരിത്രം. ഹിസ്റ്ററി ഓഫ് അർമീനിയൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മെസ്രോബ് ജെസേത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അർമീനിയക്കാരുടെ സൗഹൃദം നേടിയത് ഭാഷ, സഹായം, ഇംഗ്ലീഷുകാരുടെ തന്നെ അവകാശങ്ങൾ അർമീനിയക്കാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമ്പോൾ കിട്ടിയത്, ആ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ താമസിക്കുന്ന മേഖലകളിൽ തന്നെ അർമീനിയക്കാർക്കും താമസിക്കാമായിരുന്നു. രണ്ടുപേരും ക്രിസ്ത്യാനികളാണല്ലോ, അങ്ങനെ ചെയ്യാമായിരുന്നു. ഒരു സെറ്റിൽമെൻറ്റിൽ 40 പേരുണ്ടെങ്കിൽ, അർമീനിയക്കാർ 40 പേര് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഒരു പള്ളിയാകാം എന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവിടെ ഇപ്പോൾ 3 പള്ളിയുണ്ട്. ചിലതൊക്കെ പോയിട്ടുണ്ടാവും. 3 പള്ളി ഇപ്പോൾ ഉണ്ട് അവിടെ. ഈ ഒന്ന് ഹോളി അർമീനിയൻ ചർച്ച് ഓഫ് നസ്രേത്ത് 1724 പണിതത്. 1707 ഉണ്ടായിരുന്നൊരു പള്ളി പുതുക്കിയതാണെന്ന് പറയുന്നുണ്ട്. അർമീനിയൻ സ്ട്രീറ്റിൽ സെൻറ്റ് ഗ്രിഗറീസ് ചാപ്പൽ 1906 ബെനിയാപൊക്കോറിൽ. പിന്നെ ചാപ്പൽ ഓഫ് ദി ഹോളി ട്രിനിറ്റി താങ്ക്രയിൽ 1876 പണിതു. 3 പള്ളിയുണ്ട് അവിടെ. 1707 അർമീനിയ ഗട്ടിലെ ഈ തുറമുഖം മരം കൊണ്ടുണ്ടാക്കിയൊരു പള്ളി ഉണ്ടായിരുന്നു. അതിന് പകരം ഉണ്ടായതാണ് ഈ ഹോളി ചർച്ച്. പിന്നെ ആഗാ നസർ എന്ന് പറഞ്ഞൊരാൾ പണിതാണത്. ഏറ്റവും പഴയ ക്രിസ്ത്യൻ പള്ളി അർമീനിയൻ പള്ളിയാണ്. ബ്രിട്ടീഷുകാരുടെ പള്ളി അല്ല ഏറ്റവും പഴയത്, അർമീനിയൻ പള്ളിയാണ് അവിടെ ഏറ്റവും പഴയത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈബിളിൽ ക്രിസ്തു ജനിച്ച ദിവസം ഡിസംബർ 25 എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജ്ഞാനസ്നാനം നടന്ന ദിവസമായിട്ട് നമുക്ക് ജനുവരി 6 എടുക്കുന്നു, അന്ന് തന്നെ ജനിച്ചതുമായിട്ട്. അപ്പോൾ ജനന ദിവസം തന്നെ ജ്ഞാനസ്നാനവും എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പോൾ പൗരസ്ത്യ സഭകൾ ജനുവരി 6 തീരുമാനിച്ചിരുന്നത്. പിന്നെ പാശ്ചാത്യ സഭകളാണ് 4-ാം നൂറ്റാണ്ടിലാണ് ഇത് മാറ്റി ഈ ഡിസംബർ 25 കൂടി ചേർത്തതെന്നാണ് അർമീനിയക്കാർ പറയുന്നത്. ബദ്ലഹേം, യോർദാൻ നദി തീർത്ഥാടന പൈതൃക പ്രകാരമൊക്കെയാണ് ഡിസംബർ 25 വരുന്നതെന്നാണ് അവർ പറയുന്നത്. 1821 ഈ അർമീനിയൻ കോളേജ് അവിടെ സ്ഥാപിക്കുന്നത്. ആ കോളേജൊക്കെ ആദ്യം സ്കൂളായിരുന്നു, പിന്നീട് ഇതായി മാറുകയാണ്. 1979 വരെ അവിടെ ഇറാനിൽ നിന്നുള്ളവർ പഠിച്ചിരുന്നു ഈ കോളേജിൽ. 1979 വിപ്ലവം ഉണ്ടായത് ഇറാനിൽ. ഈ ആയത്തുള്ളമാര് വന്നതോടുകൂടിയാണ് ഈ ഇറാനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ കോളേജിൽ വരാതായത്. പേർഷ്യയിൽ നിന്ന് വന്നവരാണല്ലോ. അപ്പൊ വീണ്ടും ആ ബന്ധം 1979 വരെ നിലനിന്നിരുന്നു എന്നർത്ഥം. എന്തായാലും ഈ ജനുവരി 6 ക്രിസ്മസ് ആഘോഷിക്കുന്നത് അർമേനിയൻ ക്രൈസ്തവർ എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. മാത്രമല്ല ജനുവരി 6 ക്രിസ്മസ് ആഘോഷിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായാലും ഈ വിശദ വിവരങ്ങളാണ് സാറ് പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.